1978 പുറത്തിറങ്ങിയ ഒരു അമിതാഭ് ബച്ചൻ ചിത്രം. അതേ കാലഘട്ടത്തിൽ തന്നെ മറ്റു പല ഭാഷകളിലേക്കും ആ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വർഷങ്ങൾക്കിപ്പുറം അതത് ഇൻഡസ്ട്രിയിലെ നിലവിലുള്ള താരങ്ങളെ വെച്ച് ഈ സിനിമ വീണ്ടും റീബൂട്ട് ചെയ്യപ്പെട്ടു. അക്കൂട്ടത്തിൽ SRKയുടെ വെർഷൻ മാത്രം പഴയത് അതേപടി പകർത്തി അവസാനിപ്പിക്കുന്നതിനു പകരം ക്ലൈമാക്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ടൈലന്റ് വെച്ചു. അതോടൊപ്പം മറ്റു ഭാഷക്കാരൊക്കെ അതിനെ അവിടെ ഉപേക്ഷിച്ചെങ്കിലും ഷാറൂഖ് ഖാൻ വീണ്ടും ഡോൺ 2 എന്ന ചിത്രത്തിലൂടെ ആ ഒരു ഡോൺ എന്ന കഥാപാത്രത്തെയും ഫ്രാഞ്ചൈസിനെയും മുന്നോട്ട് കൊണ്ടുപോയി. ആ സിനിമ അവസാനിക്കുന്നിടത്ത് ഒരു മൂന്നാം ഭാഗത്തിനുള്ള ഹിന്റ് കൂടി നമുക്കത് കാണിച്ചു തന്നിരുന്നു. പക്ഷെ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി കാത്തിരുന്ന മൂന്നാം ഭാഗത്തിനെ കുറിച്ച് വർഷങ്ങൾ കഴിഞ്ഞും യാതൊരു അപ്ഡേറ്റും വന്നില്ല. എന്നാൽ 2023 തന്റെ ഐക്കണിക് കംബാക്കിനു ശേഷം ഷാറൂഖ് ഖാൻ ഈ ഫ്രാഞ്ചൈസ് വിട്ടതായി വാർത്തകൾ വന്നു. അതേ വർഷം തന്നെ രൺവീർ സിംഗിനെ വെച്ച് ഡോൺ 3യുടെ ഒരു അനൗൺസ്മെന്റ് വീഡിയോയും പുറത്തു വന്നു. എന്നാൽ 2 വർഷങ്ങൾക്കിപ്പുറം ദുരന്തറിന്റെ ഒരു മാസീവ് സക്സസിന് ശേഷം രൺവീർ സിംഗും ഈ ഫ്രാഞ്ചൈസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു. ഇനി സംവിധായകനായ ഫർഹാൻ അക്തർ ആ ഒരു ഐക്കണിക് ക്യാരക്ടർ ചെയ്യാൻ ആരെ തെരഞ്ഞെടുക്കും എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് മറ്റൊരു റൂമർ പുറത്തു വരുന്നത്. ഷാറൂഖ് ഖാൻ വീണ്ടും ഫ്രാഞ്ചൈസിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷെ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നതെന്ന്. എന്താണ് ആ കണ്ടീഷൻ? താൻ ഈ ഫ്രാഞ്ചൈസിലേക്ക് ഇനി തിരിച്ചു വരണമെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുന്നത് സൗത്തിലെ സൂപ്പർ സ്റ്റാർ ഫിലിം മേക്കർ അറ്റ്ലി ആയിരിക്കണമെന്ന്. അപ്പൊ ഈ റൂമറുകൾ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പക്ഷെ ഇൻ കേസ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഷാറൂഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ എന്ന സിനിമയുടെ വൻ വിജയം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ. എനിവേസ്, അറ്റ്ലി എന്ന ഫിലിം മേക്കർ എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അമിതാഭ് ബച്ചന്റെ ഡോൺ ഞാൻ കണ്ടിട്ടില്ല. ഷാറൂഖ് ഖാന്റെ ഡോൺ 1ഉം ഡോൺ 2ഉം ഞാൻ കണ്ടിട്ടുണ്ട്. സോ ആ സിനിമകൾക്ക്, പ്രത്യേകിച്ച് ഡോൺ പാർട്ട് 1ൽ ഷാറൂഖ് ഖാൻ വിജയ് എന്ന സാധാരണക്കാരനായി മാറുന്നതിന് മുൻപുള്ള രംഗങ്ങളിലും പാർട്ട് 2വിലെ എൻറ്റയർ പടത്തിനും ഒരു ക്ലാസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ സിനിമയുടെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് മാസ് മസാല ഓഡിയൻസിനെ മുന്നിൽ കണ്ടിട്ടുള്ള ഒന്നായിരുന്നില്ല. അപ്പോൾ അറ്റ്ലി ഒരു ഒന്നൊന്നര ഫിലിം മേക്കറാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഡേസി ഫ്ലേവർ എപ്പോഴും ഉണ്ടാവും. എന്നാൽ ഡോൺ എന്ന കഥാപാത്രത്തിന് അതൊട്ട് ആവശ്യമില്ലതാനും. സോ പറഞ്ഞു വരുന്നത് ഡോൺ 3ൽ ഷാറൂഖും വരണം, OG ഡയറക്ടറായ ഫർഹാൻ അക്തറും വരണം. അപ്പോഴാണ് അതിന്റെ ഫുൾ എഫക്റ്റ് വരുന്നത്.